മറ്റുള്ള ആളുകൾ നിങ്ങളെക്കുറിച്ച് എന്ത് കരുതുന്നു, അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണ് എന്നെല്ലാം ചിന്തിച്ച് അമിതമായ ജിജ്ഞാസയോ ഭയമോ ഉള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സ്വഭാവം മൂലം നിങ്ങൾ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചില ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നമ്പർ 1, ഇൻക്രീസ്ഡ് ആങ്സൈറ്റി. സോ മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നതെന്ന് നിരന്തരം ആകുലപ്പെടുന്നത് സമ്മർദ്ദത്തിനും അമിതമായ ചിന്തയ്ക്കും കാരണമാകും. സോ നിങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുകയും ഈ ചിന്തകൾ കാരണം തന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്ഡായി ഫീൽ ചെയ്യുകയും ചെയ്യും. നമ്പർ 2, സെൽഫ് ഡൗട്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം സംശയിച്ചേക്കാം. നിങ്ങളെടുത്ത തീരുമാനങ്ങൾ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്ന രീതിയിൽ നിങ്ങൾ പലപ്പോഴും സ്വയം സംശയിച്ചേക്കാം. സോ നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ നിങ്ങൾ രണ്ടാമത് ചിന്തിക്കാനും ഊഹിക്കാനും കാരണമായേക്കാം. ഇത് ഉറച്ചൊരു തീരുമാനം എടുക്കാനുള്ള നിങ്ങളുടെ ശേഷിയെ ഇല്ലാതാക്കുന്നു. നമ്പർ 3, സെൻസിറ്റിവിറ്റി ടു ക്രിറ്റിസിസം. ആളുകൾ എന്തു തന്നെ പറഞ്ഞാലും അതിനെല്ലാം പേഴ്സണലായി എടുക്കുന്നത് സോ ക്രിയാത്മകമായ പ്രതികരണങ്ങൾ പോലും വ്യക്തിപരമായ ആക്രമണമായി തോന്നിയേക്കാം. സോ മറ്റുള്ളവർ നിങ്ങളുടെ നല്ലതിനു വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചോ നല്ല രീതിയിൽ പറയുകയാണെങ്കിൽ പോലും അത് നിങ്ങളെ അവഹേളിക്കാനോ നിങ്ങളെ പേഴ്സണലി കുറ്റപ്പെടുത്താനോ ശ്രമിക്കുകയാണെന്നോ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. നമ്പർ 4, പീപ്പിൾ പ്ലീസിങ്. സോ നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങളെക്കാൾ കൂടുതലായി മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത് സോ നിങ്ങൾ മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്ക് മുൻഗണന നൽകാനും അത്തരത്തിലാകാനും ശ്രമിക്കും. നമ്പർ 5, അവോയ്ഡൻസ്. വിധിയെക്കുറിച്ചുള്ള ഭയം. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എത്തരത്തിൽ ചിന്തിക്കുക എന്നുള്ള തോന്നലെല്ലാം നിങ്ങളെ സാമൂഹിക സാഹചര്യങ്ങൾ ഒഴിവാക്കാനോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാതിരിക്കാനോ ഇടയാക്കും. നമ്പർ 6, ഡിപ്പെൻഡൻസ് ഓൺ അപ്രൂവൽ. സോ നിങ്ങൾ നിങ്ങളെ എത്തരത്തിൽ കാണണം, നിങ്ങൾ സ്വയം നിങ്ങൾക്ക് എത്തരത്തിൽ മൂല്യം നൽകണമെന്നല്ല മറ്റുള്ളവരുടെ വാലിഡേഷനിൽ നിന്നും അവരുടെ തീരുമാനങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു. സോ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ മൂല്യബോധം ബാഹ്യ മൂല്യനിർണ്ണയത്തെ ആശ്രയിച്ചിരിക്കും. സോ അവരുടെ ഒപ്പീനിയൻ ആയിരിക്കും നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അതിന് മാത്രമായിരിക്കും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്പർ 7, ഓവർ അപ്പോളജൈസിങ്. സോ അനാവശ്യമായ സാഹചര്യങ്ങളിൽ പോലും നിങ്ങൾ അമിതമായി ക്ഷമാപണം നടത്തിയേക്കാം. സോ അനാവശ്യമായി അല്ലെങ്കിൽ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമാപണം നടത്തുന്നുണ്ടെങ്കിൽ അതിന് മനസ്സിലാക്കുക. നമ്പർ 8, സീക്കിംഗ് റീ അസുറൻസ്. സോ നിങ്ങൾ ശരിയായ കാര്യമാണോ ചെയ്തത്, പറഞ്ഞത് എന്നെല്ലാം മറ്റുള്ളവരോട് നിരന്തരം ചോദിക്കുകയും അത് ശരിയാണെന്ന് മറ്റുള്ളവരിൽ നിന്നും കേൾക്കാനായി അവരിൽ നിന്നും ഉറപ്പ് ലഭിക്കാനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്പർ 9, ഹെസിറ്റേഷൻ. നിങ്ങൾക്ക് റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന വിമർശനങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും ഓതൻറ്റിക് ആയിരിക്കും. സോ നിങ്ങൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ആധികാരികത പ്രകടിപ്പിക്കും. സോ നിങ്ങൾ ഇത്തരത്തിൽ ഭയം കൊണ്ടോ മടി കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായി സംഘർഷങ്ങൾ ഒഴിവാക്കാനോ വേണ്ടി നിങ്ങളുടെ ചിന്തകൾ, വികാരങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ എന്നിവ പറയാതിരിക്കുകയോ അല്ലെങ്കിൽ നിശബ്ദത പാലിക്കുകയോ ചെയ്തേക്കാം. സോ ഫ്രണ്ട്സ്, നിങ്ങളെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം അലട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനും അതിനെ മാറ്റിയെടുക്കാനും ശ്രമിക്കുക.